ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ബെല്ലിന് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നപ്പോഴേ കാർഡിഫിലേക്ക് ഒരു ഈവനിങ് ഡ്രൈവ് പോലെ പോവാണ് കേട്ടോ. പോക്കിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഐസ് സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്കേറ്റിങ്ങിന്റെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി. നമ്മൾ ഈ ട്രിപ്പിലെ പ്രചോദനം നിന്ന് കൊണ്ടുപോകുന്ന മാർട്ടിന് മാത്രമേ ഐസ് സ്കേറ്റിന്റെ എക്സ്പീരിയൻസ് ഉള്ളൂ. നമുക്ക് ആർക്കും എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഇന്ന് ചന്ത ഇടിച്ച് വീണ് എല്ലുകളൊന്നും പൊട്ടരുതേ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമുക്ക് സ്വിൻഡനിൽ നിന്ന് ഒരു 2 മണിക്കൂറോളം യാത്രയുണ്ട്. നമ്മുടെ ടിക്കറ്റിന് ഏകദേശം ഒരു 11 പൗണ്ടിനൊക്കെ അടുത്താണ്. നമ്മൾ ബ്ലൂ ലൈറ്റ് കാർഡോട് കൂട്ടിയാണ് ടിക്കറ്റ് എടുത്തത്. അതായത് നമുക്കിവിടെ NHS വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് കാർഡാണ് ബ്ലൂ ലൈറ്റ് കാർഡ്. ഇന്ന് നല്ല സണ്ണി ആൻഡ് പ്ലസന്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. 4 മണിയൊക്കെ കഴിയുമ്പോഴേക്കും സൂര്യൻ അതിന് വഴിക്ക് പോകും. അപ്പം നമ്മളെ 4 മണിയുടെ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോണത്. അപ്പം നമ്മുടെ സ്ലോട്ടിന്റെ കറക്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് അവിടെ ചെല്ലണം. പിന്നെ ഈ കാണുന്ന സിമ്പിളാണ് കേട്ടോ വെയിൽസിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സിമ്പിള്. സ്കേറ്റിംഗ് ചെയ്യാൻ പോകുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കാർഡിഫ് കാസിലിന്റെ അകത്താണ് കേട്ടോ. അപ്പൊ അത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇതേണ്ട ചെറിയൊരു വിന്റർ വണ്ടർലാൻഡ് പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് സ്കേറ്റിംഗും പരിപാടിയൊക്കെ കഴിഞ്ഞിറങ്ങി കഴിയുമ്പോൾ ഇവിടെയും കൂടെ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നേ. വൺസ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവർ ക്യാമറ അത്ര പ്രൊമോട്ട് ചെയ്യില്ല കേട്ടോ. അതുകൊണ്ട് അകത്ത് കയറി കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും അങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. പോരാത്തതിന് ഞാൻ സ്കേറ്റിങ്ങിന് കയറി കഴിഞ്ഞിട്ട് നല്ല ബിസി ആയിരുന്നു. നിലത്ത് കിടന്ന് അവിടുത്തെ ഐസൊക്കെ വലിച്ചു വരി എടുക്കലായിരുന്നു എൻ്റെ പണി. എത്ര തവണ വീണൂന്ന് എനിക്ക് തന്നെ വലിയ പിടിയില്ല. അത്രയും വീണിട്ട് പോലും നമ്മൾ പ്രീ ബുക്ക് ചെയ്ത സ്ലോട്ട് കൂടാണ്ട് വേറൊരു എക്സ്ട്രാ സ്ലോട്ടോടെ ബുക്ക് ചെയ്ത് നമ്മൾ വീണ്ടും കയറിയായിരുന്നു കേട്ടോ. പക്ഷെ 2ാമത്തെ തവണ ബെറ്റർ ആയിരുന്നു. ഒരു തവണയെ വീണുള്ളൂ. പിന്നെ പുതിയതായിട്ട് പഠിക്കുന്നവർക്കൊക്കെ അസിസ്റ്റൻസിന് വേണമെങ്കിൽ ചെറിയ നമുക്ക് പിടിച്ചു നടക്കാൻ പറ്റിയ പെൻഗിൻ പോലത്തെ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും വാങ്ങിച്ചില്ല. ഇനി അതിനെ ഉന്തണം എൻ്റെ ബോഡിയും കൊണ്ടുപോകണം. ഇതാവുമ്പോൾ എൻ്റെ ബോഡി മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ എന്ന് അങ്ങോട്ട് വിചാരിച്ച്. അടുത്ത 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന ഇതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഇവർ അഴിച്ചു മാറ്റും അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ. പിന്നെ ഇവിടെ UK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിജന ഭൂമിയായി മാറുന്നതായിരിക്കും. നമ്മളിങ്ങനെ ക്രിസ്മസ് മാർക്കറ്റുകളിലൊക്കെ പോകുമ്പോൾ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ. ഈ സെയിം സാധനം നമ്മൾ മെഗ്ഡിയിൽ പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഒരുപാട് ചീപ്പറായിട്ട് കിട്ടും. അപ്പം നമ്മൾ ഇവിടുത്തെ സ്കേറ്റിംഗ് പരിപാടി കഴിഞ്ഞ് പോയിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു വിന്റർ വണ്ടർലാൻഡ് പോലത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അവിടെയും കൂടെ കയറണമെന്ന് വിചാരിച്ചായിരുന്നു പോയത്. പക്ഷെ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ന്യൂ ഇയർ ഡേ ആയിരുന്നത് കൊണ്ട് തന്നെ അവിടെ ക്ലോസ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ചത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ആഴ്ച കുറച്ചും കൂടെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയിട്ടുണ്ടോ. ഇപ്പോൾ ഒരു -1 ഒക്കെ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ആ സമയത്താണ് നമ്മൾ ഐസ് സ്കേറ്റിങ്ങിനായിട്ടും കൂടെ പോയത്. ടെമ്പറേച്ചർ ഡ്രോപ്പ് ആകുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഡ്രസ്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നന്നായിട്ടെന്ന് പറഞ്ഞാൽ വിൻ്ററിന് പറ്റിയ രീതിക്ക് ഡ്രസ്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയാലും നമ്മൾ അധികം ബാധിക്കില്ല കേട്ടോ. എന്നാലും ഇടയ്ക്കൊരു ഹോട്ട് ഡ്രിങ്ക്, ചായയോ കാപ്പിയോ ഹോട്ട് ചോക്ലേറ്റോ എന്തെങ്കിലും ഒരു സാധനം കൂടെ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്കേറ്റിംഗ് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് വീഴാതെ ഹോൾഡ് ചെയ്തതിൻ്റെ ഒക്കെ എക്സ്പീരിയൻസും പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ വഴി കൂടെ. നമ്മുടെ പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പോകുന്ന വഴിക്കായിരുന്നു ഇവിടുത്തെ വിന്റർ വണ്ടർലാൻഡ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് അടച്ചു കിടക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല. അങ്ങനെ സ്കേറ്റിംഗ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ബോഡി നിറച്ച വേദനയും മനസ്സിൽ ചെറിയൊരു സന്തോഷമൊക്കെ ആയിട്ട് തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ടുള്ള സമയം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.